ഞാൻ എറണാകുളത്താണ്. പിന്നെ എന്ത് പറ്റി ഗൈസ്, വിശേഷങ്ങളൊക്കെ പറയൂ. സുഖമാണോ എല്ലാവർക്കും? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹായ് പറയണുണ്ട്. ഹായ് ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് ഗൈസ് വിശേഷങ്ങൾ? പറയൂ പറയൂ, വിശേഷങ്ങളൊക്കെ പറയൂ. എല്ലാവർക്കും സുഖമാണോ? പിന്നെന്താണ് വിശേഷം? എവിടെ പോകാൻ, പിന്നെന്ത് പറ്റി? വന്നാൽ കാണാമെന്നൊക്കെ പറഞ്ഞു. ഓക്കെ, പറയൂ ഗൈസ്, എന്തെങ്കിലുമൊക്കെ പറയൂ. ഇല്ലെങ്കിൽ ഞാൻ പോകുക. ആർക്കും ഒന്നും പറയാനില്ലെങ്കിൽ ഞാൻ പോകുക. റഫി ഹായ് പറയുന്നുണ്ട്. റഫി വീട് എവിടെയാണ്? വീട്ടിൽ ആരൊക്കെയുണ്ട്? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പറയൂ. പ്രമോദ് ഹായ് ലൈവിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ ഗൈസ്, വിശേഷങ്ങളൊക്കെ പറയൂ. മഴയുണ്ടോ? വീട്ടിൽ ആരൊക്കെയുണ്ട്? നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? പഠിക്കുന്ന കുട്ടികളാണോ അതോ വർക്ക് ചെയ്യുന്നവരാണോ? പറയൂ ഗൈസ്. എന്തുവാ ഇത് ബിഗ് ബിഗ് എന്നും പറഞ്ഞിട്ടേക്കുന്നത്? ആ, നമ്മുടെ ടോം വന്നിട്ടുണ്ട്. ടോം ഹായ് പറയുന്നുണ്ട്. ടോം ഇത്രയും ദിവസം എവിടെയായിരുന്നു ടോം? എവിടെ പോയിരുന്നു ടോം ഇപ്പോൾ? കായംകുളം. ഓക്കെ റഫി. പിന്നെ വേറെന്തുണ്ട് വിശേഷം? അറിയോ അച്ചുന്ന് ചോദിക്കട്ടെ. പിന്നെ ടോമിന് അറിയാതിരിക്കുവോ? ടോമിന് തിരിച്ചറിയുന്നതിൻ്റെ ഒരു സിമ്പലാണ് ആ റെഡ് വൃത്തം. ടോം പനിയായിരുന്നു എന്ന് പറ. കരയണ്ട 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 കേട്ടോ, ശരിയാവും. ഇപ്പം എങ്ങനെയുണ്ട് പനി? ഇപ്പോൾ സുഖമായോ ഇപ്പോൾ? പിന്നെ എന്തുണ്ട് ടോം വിശേഷം? ഹലോ പറയണുണ്ട്. നിതേഷ് വന്നിട്ടുണ്ട്. നിതേഷേ ഹായ് ലൈവിലേക്ക് സ്വാഗതം. പറയൂ. ക്ഷമ ചോദിക്കുന്നു എന്നോ? എന്തുവാടേ ജയപ്രകാശ്, എന്തു പറ്റി? പിന്നെ ഫുഡ് കഴിച്ചോ അച്ചൂസേ? ഞാൻ കഴിച്ചു. ഇന്ന് ചോറ് കഴിച്ചു. എനിക്കിന്ന് ഒന്നും ഉണ്ടാക്കാനൊന്നും വയ്യ. മാനസികമാം ശരിയല്ല. അപ്പോൾ ഒന്നിനും വയ്യ. അമ്മയുടെ കാര്യമെല്ലാം നോക്കിയിട്ട് മിണ്ടാതെ ഇരുന്നു. കഴിക്കണോ വേണ്ടേന്ന് ആലോചിച്ചിരുന്നു. 10:30 പോയി കുറച്ച് ചോറെടുത്ത് കഴിച്ചു. പനി കുറവുണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്തുണ്ട് വിശേഷം? ഞാൻ ഫുഡ് കഴിച്ചു മുഹമ്മദേ, ഫുഡ് കഴിച്ചു. പിന്നെ വേറെ എന്താണ് വിശേഷം? നിതേഷ് ലൈക്ക് 1 എന്ന് പറഞ്ഞുകൊണ്ട്. താങ്ക് യു നിതേഷ്. ഇവിടെ ഉമ്മ കൊടുക്കുന്ന ലൈവല്ല ഇത്. താങ്കൾ പോയി ഉമ്മ കൊടുക്കുന്ന ലൈവിൽ പോകും, പോയി ചോദിക്കും. പിന്നെന്ത് പരിപാടിയാ ചൂസേ? ഒന്നുമില്ല ടോം. ഇവിടെ ഇങ്ങനെ വൻ ശോകം പിടിച്ചിരിക്കുക, വൻ ദുഃഖം. എനിക്കാണെങ്കിൽ ഉറക്കവും വരണുണ്ട്, വിഷമവും ഉണ്ട്. കുറേ കുട്ടിപ്പിശാശികൾ 10 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും സമയം കണ്ടില്ല. ഇപ്പോൾ വിളിച്ച് ചോദിച്ചപ്പം പറയാം 12 മണി കഴിയും വരാനെന്ന്. അതൊക്കെ വന്നു നിന്ന് ഇനി എപ്പോൾ പോകാനോ? എനിക്കാണെങ്കിൽ വയ്യ, തലവേദന എടുക്കുന്നു. അറിയില്ല, ഇന്നത്തെ ദിവസം കൊള്ളത്തില്ല. പന്ന ദിവസമാണ് ഇന്ന്. മുഴുക്കെ ഞാൻ കരഞ്ഞ ദിവസമാണ്.
പിന്നെ നമ്മുടെ